ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് എന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പച്ചരിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ചില പച്ചരിക്ക് ഒരു പശ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് കൊണ്ട് എന്ത് തന്നെ ഉണ്ടാക്കിയാലും അതത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3-4 പ്രാവശ്യമെങ്കിലും നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം തെളിയണ വരെ കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഞാൻ രാവിലത്തേക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് രാത്രി മുഴുവൻ ഞാൻ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കളയാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത്. അരച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ തന്നെ ഇതേപോലെ ഒരു തിക്ക് ബാറ്ററായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ വെള്ളം കിട്ടേണ്ടത് കേട്ടോ. ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ നമ്മളൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒരുപാട് തിളച്ച് മറിഞ്ഞ് പോവണ്ട. ചെറുതായി ഇതേപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയായിരിക്കും. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതൊരു കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോൾ വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 10-15 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകിന് എരിവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കത് നല്ല പോലെയൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങുമല്ലോ, ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു വറവിട്ടത് നമുക്ക് ഒരു ബാറ്ററിലേക്ക് എല്ലായിടത്തും ആവണ പോലെ തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് എല്ലായിടത്തും ഒരേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് അങ്ങനെ കട്ടകളായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കുമ്പോൾ എല്ലായിടത്തും ആവും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കുക. എന്നിരുന്നാലും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുമ്പോഴാണ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ അരച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു തേങ്ങയൊക്കെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ അരച്ച് ചേർക്കുകയോ അതല്ലെങ്കിൽ ഇതേപോലെ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതേപോലെ ഒരുപാട് നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ, കറികൾ, കിച്ചൺ ടിപ്സുകൾ, ഹെയർ ഡൈകൾ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, പിന്നെ നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു മൺചട്ടിയാണ്. അപ്പോൾ നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചൊരു കുഴിയുള്ള തരത്തിലുള്ള ചട്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ടോ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം, അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തവി മാവ് വീതം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതിലിങ്ങനെ നിറയെ ഇതുപോലെ ബബിൾസുകൾ വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഹോൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഫ്ലെയിം താഴ്ത്തി വെക്കരുത്, നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സമയത്തൊക്കെ വെക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ബബിൾസൊക്കെ വന്നതിന് ശേഷം, ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒരു അല്പം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് മുകൾ വശം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ, വെന്ത് വരുമ്പോൾ നമുക്കിത് ഇതേപോലെ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ, ചട്ടി ഇങ്ങനെ ഹൈ ഫ്ലെയിമിലാണല്ലോ നമ്മൾ വെക്കണേ. അപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു അടി ഇങ്ങനെ കരിഞ്ഞ് വരാനുള്ള, അതായത് ചട്ടിയിൽ ഇങ്ങനെ ഒരു കരിഞ്ഞ് പിടിച്ച പോലെ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3-4 എണ്ണമൊക്കെ ഇതേപോലെ ചുട്ടെടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം അങ്ങനെ ഒഴുക്കിയല്ല, അങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു തുണി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നിറയെ ബബിൾസുകളും ഉണ്ടാവും, ഹോൾസൊക്കെ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. സാധാരണ നമുക്കിതിനെ ഓട്ടട എന്നൊക്കെ തന്നെ പറയാം. എന്നിരുന്നാലും ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു എരിവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഫ്ലേവറൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ഫ്ലഫി ആയിട്ടുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടണിയോ മുട്ടക്കറിയോ ചിക്കൻ കറിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമുക്ക് കടലക്കറിയോ അതൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഗ്രീൻ പീസ് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.